ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ അൽബഹൈന്ന് മടങ്ങുകയാണ്, ജിദ്ദയ്ക്ക് മടങ്ങുകയാണ്. മടങ്ങുമ്പോൾ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, അതാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന വീഡിയോസിലോട്ട് പോവാം. നെഹ്റം പാർക്ക് എനിക്ക് വല്ലാതെ എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്താ വെച്ചാൽ അവിടെ മഴയും പിന്നെ ഭയങ്കര ഫോഗൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ കൊടയൊക്കെ ചൂടി എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് തന്നു. നിങ്ങൾ ആ വീഡിയോ കാണുക. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഫുള്ള് ഫോഗും മഴയും എന്തൊക്കെയായിരുന്നു. ഞങ്ങളപ്പോൾ റൂമിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ആകെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ഞങ്ങൾ റൂമിലേക്ക് പോയി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ വെച്ചാൽ ഒരു സുഖമുള്ള കാലാവസ്ഥയാണ്, ഒരു തണുപ്പുമില്ല ചൂടുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. ഇവിടെ വെച്ചാൽ പകല് ഞാൻ പറഞ്ഞല്ലോ ഇതില്ലാത്ത തണുപ്പുമില്ല ചൂടുമില്ലാത്തൊരു കാലാവസ്ഥയും, രാത്രി പിന്നെ തണുപ്പും ഒക്കെ ഉണ്ടാവും. ഇന്ന് കണ്ടിട്ട് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നമുക്ക് നമ്മളെ ലൊക്കേഷനിലേക്ക് പോവാം. ഈ കാണുന്നത് അൽബഹയ്ക്ക് വരുമ്പോഴൊരു ഗേറ്റാണ്. നമ്മളിപ്പോൾ അൽബഹ സിറ്റി ബൗണ്ടറി കടക്കുകയാണ്. നമ്മുടെ ലൊക്കേഷന് ഈ ബൗണ്ടറി കഴിഞ്ഞിട്ടാണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത്. പിന്നെ പറയാനുള്ളത്, ഈ ഗേറ്റിൻ്റെ രണ്ട് സൈഡും ഫുള്ള് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ഫാമാണ്. ഇതൊക്കെ ഇവിടുത്തെ ജെയ്ത്തൂൻ പ്ലാന്റ്സ് ആണ്. ഇവിടെ ഉള്ളിൽ ഇതിനെക്കാട്ടുണ്ട്. ഇവിടെ വണ്ടി നിർത്തിയിട്ട് അവരെ വണ്ടിയിലേക്കാരം അവിടെ ഫാമിൻ്റെ ഉള്ളോട്ടൊക്കെ പോവുക. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഈ കാണിക്കുന്ന ഇവിടുത്തെ സമയമാണ്. രാവിലെയും വൈകിട്ടാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം ഉള്ളത്. ആ സമയമാണ് ഈ കാണിക്കുന്നത്. ഈ ബോർഡുമ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോഴ്സും സ്ട്രോബെറിയും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാണ്. പിന്നെ ഈ കാണുന്നതാണ് ഈ ഫാമിൻ്റെ ഫുൾ ഏരിയ. കുറേ ഏരിയ ഉണ്ട്. ഇത് ഞങ്ങളിപ്പോൾ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ടിക്കറ്റിന് 35 റിയാലാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോവാം. നമ്മളെ കാറിൽ കയറി. ഇത് വെച്ചാൽ ഒരു മലൻ്റെ ചെരുവിലാണ് ഈ ഫാം ഉള്ളത്. ഇതിൻ്റെ മുകളിലോട്ട് കയറി നമ്മളിങ്ങനെ അടിയിലോട്ട് കണ്ടിങ്ങനെ വരികയായിരിക്കും. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഫിഷിൻ്റെ ടാങ്ക് കാണാനാണ്. ഇത് അവർ മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണം തന്നതാണ്. അത് നമുക്ക് മീനുകളെ എടുത്തിട്ട് നോക്കാം. ഇത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിന്റെ തീക്കൊന്ന് പോവാം. നിങ്ങളിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു സൗണ്ട് കേൾക്കുന്നില്ലേ? എന്താ വെച്ചാൽ ഈ ഫാം എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഇവിടെയാണ് മീനുള്ളത്. നമുക്ക് ചെന്ന് നോക്ക്. ഇവിടെ ഫിഷിൻ്റെ ഉണ്ട്. ഫിഷിനിപ്പോൾ ഞങ്ങൾ ഫുഡ് കൊടുക്കുകയാണ്. അടുത്ത പോണ്ട് ഇതാക്കണം. തേർഡ് പോണ്ടില് കോഴിക്കാർപ്പ് പോലത്തെ മീനുകളാണ്. കോഴിക്കാർപ്പ് തന്നെയാണ്. മാമനും ഫാത്തിമയും ഫിഷിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലും ഫീഡ് ചെയ്യാനുള്ളതുണ്ട്, നമുക്കൊന്ന് ഫീഡ് ചെയ്യാം. ഇനി ഇതിന്റെ മുകൾക്ക് എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിൽ അതാണ് ഇതിന്റെ ബൗണ്ടറി. ഇത് കുറെ നടന്ന് കാണാനുണ്ട്. ഇവിടെ കോഴിയും മീനും പിന്നെ ഹോഴ്സും ഒക്കെ ഉണ്ട് ഇവിടെ.
ഇതൊക്കെ ഒലീവ്സിന്റെ പ്ലാന്റ്സ് ആണ്. ഇവിടെ കുറെ ഒലീവ്സിന്റെ പ്ലാന്റ്സ് ഉണ്ട്. അറബിയില് ഒലീവിന് ജെയ്ത്തൂൻ എന്നുള്ള പറയാ, അതുകൊണ്ടായിരിക്കും ഇതിന് ജെയ്ത്തൂൻ ഫാം നിട്ടിരിക്കണ്. ഇവിടെ നിറയെ ഒലീവ്സ് ആണ്. കോഴികളൊക്കെ ഉണ്ട്. നാട്ടിൽ നിൽക്കണവര് കോഴികൾ കുറെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ നിങ്ങള് ബ്ലാക്ക് ഒലീവ്സ്, ഇതൊക്കെ വലിയ ട്രീസ്മിലാണുള്ളത്. ഇവിടെ കുറെ ഉണ്ട്. ഞാനിതൊന്ന് പറിച്ചു നോക്കാണ്. നല്ല ഫ്രഷ് ഒലീവാണ്. കയ്പാണ്. മുകളിലോട്ടും ഒലീവ് തന്നെയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോകുന്നില്ല. ഇനി ഇതിന്റെ താഴത്തും വേറെ എന്തൊക്കെയുണ്ട്. ഞങ്ങൾ ഇനി അങ്ങോട്ട് പോവാണ്. ഈ ട്രീ കണ്ട് നിങ്ങൾ ഇതിന് നിറയെ ഒലീവ്സ് ഉണ്ട്. അതിമെന്താ ടാഗും കാണുന്നുണ്ട്. നമുക്ക് ചെന്ന് നോക്കും. ഇത് എഴുതിയുള്ളത് ഇത് 301th ട്രീ ആണ് എന്നാ. ഇത് 2015 ഇവിടെ വെച്ചതാണെന്നാ. എന്നുവെച്ചാൽ ഏകദേശം ഒരു 5 വർഷമായി. കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറേ ഉണ്ട്. പക്ഷെ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട്. നമുക്ക് ഇനി അതും കാണാൻ വേണ്ടി പോവാം. പേപ്പർ ഫ്ലവർ ആണ്. എന്ത് ഭംഗിയില പൂത്ത് നിൽക്കണ നോക്കൂ. ഇതിവിടെ മൊത്തം ഉണ്ട്. ജെയ്ത്തൂനാണ്. ഒരു ബേർഡിന്റെ നെസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ചാല് ഇവിടെ ബേർഡിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു ഫുഡാണ്. ഇപ്പൊ കണ്ടു എൻ്റെ കയ്യിലിട്ടേക്ക് തന്നെ ഒരു ബേർഡ് വന്നിരുന്നത്. ഇപ്പം വേറെ ഒന്നും കൂടി വന്നിട്ടുണ്ട്. നല്ല രസമാണിത്. കുട്ടികൾക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണിത്. ഞാനിവിടെ ഒരു ഭംഗിയുള്ള ബേർഡിനെ കണ്ടപ്പോൾ അതിനെ കുറേ കഴിക്കാക്കാൻ നോക്കി. പക്ഷേ കഴിക്കത് വരുന്നില്ല. അപ്പം ഞാൻ അവിടുന്ന് പോയി വേറെ ബേർഡിൻ്റെ അടുത്തേക്ക് പോയി. Oh, let me up with a bright smile on now. ഇതിവിടെ ആൾക്കാർക്ക് ഇവിടെ ഇരുന്നാണ്ട് ബേർഡ്സിനൊക്കെ കാണാൻ വരെ സൗകര്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നെസ്റ്റിൻ്റെ ഫുൾ വ്യൂ ആണ്. നിങ്ങളിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഹെഡും ഒരു കിളി വന്നിരുത്തിട്ടാണ് മറ്റേ ഭംഗിയുള്ള ബേർഡ്. ഇപ്പോൾ വേറൊരു ബേർഡാണിത്. ഞാൻ അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അത് കഴിക്കിങ്ങനെ വരും. ഞാൻ അങ്ങനെയൊക്കെ കഴിക്കാക്കുകയാണ് ഇതിനെ. പിന്നെ ഇതിവിടെ ഒരു കോഴി പോലത്തെ ഒരു ബേർഡാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയില്ല. ഇത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
ഇത് തേറ്റോന്റെ ചെറിയ ചെറിയ പ്ലാന്റ് ആണ്. ഇതുണ്ടാകും ഇതിന്റെ ബ്രാഞ്ച് മണ്ണിൽ വെച്ചിട്ട് അയിമെന്നാണ് ഇത് മുളച്ച് വരുന്നത്. അപ്പൊ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഫാമിൽ തന്നെ വേറെ ഒരു വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണും വരെ ബൈ.